കൊടുത്താണ് ഇത് ഡൽഹി, ബോംബെ, പൂനെ, തമിഴ്നാട്, കേരളം ഈ സ്ഥലങ്ങളിലെ ആർക്കിടെക്ചർ കോളേജിലെ സ്റ്റുഡൻസിന് പഠിക്കാൻ ഒരു പ്രൊജക്ട് വർക്കാണ് വന്നിട്ടുള്ളത്. രണ്ട്, ഈ ദേവാലയത്തിൽ കാണാനുകളും വരുന്നത് കൂടുതലും വരുന്നത് PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കൽക്കട്ടയിൽ കൊണ്ട് തിരിച്ചു വരുമ്പോൾ കൽക്കട്ടയുടെ ഗവർണർ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയുകയാണ് ഈ കൂരംകുരിശിനെ കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, കൂരംകുരിശ് വാട്ട് ഈസ് കൂരം ക്രോസ് ഓർത്ത് ആൻഡ് ദ ഹിസ്റ്റോറിസിറ്റി ബിഗൈൻ ദ കൂരം ക്രോസ് ഓർത്ത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയണം, ഓർത്തഡോക്സുകാർ മാത്രമല്ല കൂരംകുരിശ് എന്തുവാണ്, കൂരംകുരിശ് സത്യം എന്താണെന്ന് പഠിക്കുന്നത്. ഈ നാട്ടിൽ ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് എഴുതുന്നതാണ് PSC പരീക്ഷ. ആ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് കൂരംകുരിശ് സത്യം. ഇപ്പോൾ നമുക്ക് PSC പരീക്ഷയുടെ ചുമതല വഹിക്കുന്ന സാറന്മാർ ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ വരികയുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കൂരംകുരിശ് തീർത്ഥാടന കേന്ദ്രത്തിന് ഇത്രയും ആർക്കിടെക്ചർ കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ വരാനുള്ള കാരണമല്ല, ഇന്ത്യയിൽ ഒരു പള്ളിക്ക് മാത്രമേ 3 അവാർഡ് കിട്ടിയിട്ടുള്ളൂ. അതിലൊരെണ്ണം നാഷണൽ ആർക്കിടെക്ചർ അവാർഡ്. അപ്പോൾ നാഷണൽ ആർക്കിടെക്ചർ അവാർഡ് വിന്നർ ചർച്ച ആയതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ബീഹാർ, ഗുജറാത്ത് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊരു പ്രൊജക്ട് വർക്കാൻ നമ്മുടെ പള്ളി മാറിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തോരം സന്തോഷമാണ്. എനിക്ക് വേറെ നമ്മുടെ പള്ളി മറ്റുള്ളതായ ആ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് എന്തോരം സന്തോഷമുള്ളത്. അപ്പോൾ അങ്ങനെ വലിയൊരു അനുഭവമുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ ഇതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി പറയാനുണ്ട്. അതിൽ 1-2 കാര്യം മാത്രം പറയാം. 1-2 കാര്യം മാത്രം പറയാം. അതിലൊന്നാമത് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറാണ് ഈ കാണുന്നത്. ഈജിപ്തിലെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈജിപ്തിലെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത അവിടെയുള്ള വീടുകളും പള്ളികളൊക്കെ കളിമണ്ണുകൾ കൊണ്ടുണ്ടാക്കുന്ന മണ്ണുകളുണ്ട്. അപ്പോൾ കല്ല് കംപ്ലീറ്റ് സിമെന്റ് ഒന്നുമില്ലാതെ പച്ച മണ്ണ് വെച്ച് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ് ഈ കാണുന്ന ദേവാലയം. അപ്പോൾ അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. പിന്നെ മഴ സമയമാകുമ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഭയങ്കര നമുക്കറിയാം എപ്പോഴും മഴയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഏറെ ആവശ്യമാണ്. രണ്ടാമത് ഇതിന് ഈജിപ്ഷ്യൻ ആർക്കിടെക്ചറിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഇതിന് നിരവധി ആർച്ചുകളുണ്ട്. കണ്ടില്ലേ, ആർച്ചുകളുണ്ട്. ഈ ഇങ്ങനെ സെമി സർക്കിൾ ആർച്ച്, ഗോത്തിക് ടൈപ്പ് ആർച്ച്, അറബിക്കടലിൽ ഉണ്ടാക്കിയെടുക്കുന്ന മേളിലുള്ള ആർച്ച്. അപ്പോൾ ഇതെല്ലാം തന്നെ രീതിയിൽ അതുപോലെ ഇതിൻ്റെ ഡോം, ആ ഡോമുകളിലെ മനോഹരമായ രീതിയിലാണ് ഈ പ്രാവണി വരുന്ന ഡോം. അത് കാണുമ്പോൾ പ്രോഗ്രസ് പറയും, ഓ ബ്യൂട്ടിഫുൾ, അമേസിങ് എന്നതിന് പറയും. കാരണം എല്ലാവരുടെയും ഡോം ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മാത്രം ഇത് ഓപ്പണാണ്. ആ കവർ ചെയ്തിരിക്കുന്നതിനൊക്കെ കമ്പിയൊക്കെ ഉള്ളത്. പക്ഷെ ഇതിന് കണ്ടില്ലേ, കമ്പിയൊന്നുമില്ല, സിമെന്റ് ഒന്നുമില്ലാതെ വെറും പച്ചമണ്ണിൽ നിൽക്കുന്ന ആളുകളാണ് അവർ. ഈ ഒത്തിരി കാര്യങ്ങൾ ഈ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ കൂരംകുരിശിന് മേലോട്ട് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണാം 4 ആർച്ചുകൾ ഒന്നിച്ച് സംഗമിച്ചിരിക്കുന്ന സ്ഥലത്താണ് കൂരംകുരിശിരിക്കുന്നത്. അത് കാണാൻ കുരിശിന് മേളിലൊക്കെ നോക്കണം. 4 ആർച്ച് അത് കാണുന്ന സ്ഥലത്താണ് ആ ദേവാലയം അറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായ രീതിയിലാണ് ഈ ദേവാലയം അടിയടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ദേവാലയം. ഈ വേദവസ്തുവിൽ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ടാണ് മണ്ണ് വെച്ചത്. അപ്പോൾ മണ്ണാവുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുന്ന എവിടെയാണ്? ഒരു കൂടാരത്തിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ മണ്ണാവുന്ന മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത് മൺകൂടാരത്തിൽ. അതുപോലെ തന്നെ അറബിക്കടൽ ജോലി ചെയ്യുന്നത് പൂർണ്ണമേറിയ കാഴ്ചകൾ നല്ല കാഴ്ച പള്ളിക്കുള്ളിൽ നല്ലൊരു ശാന്തത ഉള്ള ഒരു ഭൂമിയുടെ പറയും. അതുകൊണ്ട് ഈ പള്ളിയോട് ഫോക്കസ് ഓ അമേസിങ്, ബ്യൂട്ടിഫുൾ, എക്സലൻറ്റ് എന്നൊക്കെ അവരെ പറയുന്ന ഒരു ദേവാലയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഈ പള്ളിയുടെ ഹിസ്റ്റോറിക്കൽ പ്രാധാന്യം, കൂരംകുരിശ് സത്യം. ഇവിടെ ഇച്ചിരി നടന്നു വന്ന ഒരു കുഞ്ഞ് എന്നോട് ചോദിക്കുകയാണ്, ഇത് ഈ കൂരംകുരിശ് സത്യം എന്തിനാ ഇവിടെ വെച്ച് നടത്തി, കൽക്കട്ടയിൽ നടത്തി? എന്തിനാണ് കൂരംകുരിശ് സത്യം ഇവിടെ വെച്ച് നടത്തി, എന്തുകൊണ്ടാണ് നടത്തിയെന്ന് പറയാം. കൂരംകുരിശ് സത്യം മതാചാര്യ വെച്ച് നടത്താനുള്ള കാരണം തന്നെ, കാരണം നമ്മുടെ ഈ റാന്തൽകുളം കാണുന്നില്ലേ, ആ റാന്തൽകുളത്തിന് മേളിൽ കാണുന്ന അകത്തുള്ള ബാബാ തിരുമേനിയെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിൽ നിങ്ങൾ കയറിയില്ലല്ലേ, രാജകൊട്ടാരത്തിൽ കയറിയതുപോലെ ഒരു ആർച്ചിനകത്തുകൊണ്ട് നിങ്ങൾ അതോട് കയറി അതിൻ്റെ വലതുവശത്ത് അവിടെ കുടുംബിൽ ബാബായെ കൊണ്ടിട്ടു എന്നുള്ള വിവരം ആദ്യം അതിൻ്റെ കല്ലിശ്ശേരി രാജ്യത്തെ കൊണ്ട് കിട്ടിത്തന്നതിനാൽ വിവരം ഉടൻ തന്നെ അവിടുന്ന് അങ്ങനെ ഓടി ചെങ്ങന്നൂരോട് ഓടി, ചെങ്ങന്നൂരുകാരൻ നെണ്ണത്തോട് ഓടി, നെണ്ണങ്കാരൻ മാവലിക്കരയ്ക്ക് ഓടി, അങ്ങനെ
അങ്ങനെ കുന്നംകുളം അങ്ങനെ എല്ലാ സ്ഥലങ്ങളുമായി നമ്മുടെ ബാബായെ പിടിച്ചു കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ആളുകളെല്ലാവരും സങ്കടത്തോടെ ഭാരത്തോടെ ഇവിടേക്ക് മട്ടാഞ്ചേരിയിലേക്ക് ഓടുക. അങ്ങനെ ബാബായെ വിട്ടുകിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും അവിടെ വന്ന് നിങ്ങൾ ആ രാജവട്ടാനോട് കയറിയില്ല, ആ കയറിയിട്ട് അവിടെ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച, നമ്മുടെ വലിയപ്പച്ചമാർ കുറച്ച് പേര് അപ്പുറത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിന് നേരെ ഓപ്പോസിറ്റ് കടലിൽ കാര്യം കൂടെ കയറി കിടക്കുന്ന സ്ഥലം. അവിടെ നിൽക്കുന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ വൃദ്ധനായ ബാബായെ വള്ളത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ച, ബാബായെ കൊണ്ടുപോകുന്ന കാഴ്ചയാണെങ്കിൽ വൃദ്ധനായ ബാബാ തിരുമേനി അയ്യോ നമ്മുടെ ബാബായെ കൊണ്ടുപോകുന്ന മാവലിക്കരക്കാരും തുമ്പോണുകാരും കൂടെ വിളിച്ചു പറയുന്നു കേൾക്കുന്ന ആ നിമിഷം ബാബ നമ്മളെ നോക്കി സഹായത്തിന് വേണ്ടി കൈ ഇങ്ങനെ കൂപ്പി സഹായം ചോദിച്ചുകൊണ്ട് നിൽക്കുകയും ബാബായെ കൊടുക്കുന്നതിനെ വിളിച്ച് കടലിലോട്ട് നിർത്തണം. ബാബ കടലിൽ വീണ് ശ്വാസം കിട്ടാതെ തുടങ്ങി മരിക്കുന്ന കാഴ്ച കാണുകയും എല്ലാവരും കൂടെ കൂടി മനന്താ അയ്യോ നമ്മുടെ ബാബായെ കടലിൽ നോക്കിക്കൊണ്ടുപോയി പറഞ്ഞ് നിലവിളിച്ച് മാറോട്ടടിച്ച് കണ്ണുനീരോടെ മാവിട്ട് നിലവിളിച്ച് ഈ തെരുവഴികൾ കൂടി ഓടി വന്ന് ഇവിടെ അന്നുണ്ടായിരുന്ന കൽക്കുരിശയിൽ ആലാത്ത് കെട്ടി എല്ലാവർക്കും കൂടി തൊടാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ കയറ് കെട്ടിയിട്ടുണ്ട്. ആരാധന പിടിച്ചുകൊണ്ട് എല്ലാവരും കൂടെ മാറോട്ടടിച്ച് നിലവിളിച്ചുകൊണ്ട് കണ്ണുനീരോടെ നിലവിളിച്ചു. 1553 ജനുവരി മാസം 3-ാം തീയതി നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചന്മാർ നമ്മുടെ പരിശുദ്ധ മാർത്തോമാശ്രീയുടെ സിംഹാസനം തകർക്കപ്പെടുന്നു, ആരാധനകൾ തകർക്കപ്പെടുന്നു കണ്ടപ്പോൾ നമ്മുടെ വല്യപ്പച്ചന്മാർ ഈ കൽക്കുരിശിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ ഈ കൽക്കുരിശ് മൂടോടെ ചരിഞ്ഞു. അങ്ങനെ കുരിശിന് പേര് കിട്ടി കൂനൻ കുരിശ്. അവിടുത്തെ ചെറിയ സത്യമാണ് ചരിത്ര പ്രസിദ്ധമായ കൂനൻ സത്യം. അപ്പോൾ ആ സത്യം ഒന്നൊന്നു ചൊല്ലാം. കഴിഞ്ഞ പള്ളിക്കാരോട് നിങ്ങൾ കൈ ഉയർത്തി ചൊല്ലാം. മാർത്തോമാശ്ലീഹ ഞങ്ങൾക്ക് തന്ന പൈതൃകവും പാരമ്പര്യവും ഞങ്ങൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. മരിക്കേണ്ടി വന്നാലും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഈ സത്യവിശ്വാസത്തിൽ തന്നെ എന്നും നിലകൊള്ളും. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ കൂനൻ കുരിശ് സത്യം നമ്മുടെ പിതാക്കന്മാർ നടത്തുന്നതായ സംഗതി ഈ കൽക്കുരിശും മൂടോടങ്ങി ചെയ്യും. അങ്ങനെ കുരിശിന് പേര് കിട്ടി കൂനൻ കുരിശ്. പ്രത്യേകിച്ച് സത്യമാണ് ചരിത്ര പ്രസിദ്ധമായ കൂനൻ കുരിശ്. അങ്ങനെ സത്യം ചൊല്ലുന്ന ആ സമയത്ത് നമ്മുടെ ഈ രാജാവ് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ രാജാവ് നമ്മളോട് ഈ ചതി ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും നിലവിളിക്കുന്നത്. അങ്ങനെ നിലവിളിക്കുന്ന അതേ സമയം നിങ്ങളെ കയറി രാജകൊട്ടാരത്തിൽ നിങ്ങളെ സ്റ്റെപ്പ് കയറി കയറുകയും അവിടുന്ന് രാജാവ് അങ്ങോട്ട് കൊണ്ട് ശ്രമിക്കുകയും രാജാവിൻ്റെ കാലെല്ലാം ഇടറിപ്പോയി നേരെ രാജകൊട്ടാരത്തിൽ മുറ്റത്ത് വീണ് രാജാവിൻ്റെ തല ഒടിഞ്ഞ് രാജാവ് തൽക്ഷണം കീഴ്പ്പെട്ടു പോയി എന്നാണ് വിശുദ്ധ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ പോർച്ചുഗീസുകാർ ബാബായെ അരിങ്കൊല ചെയ്തു. അയ്യോ ഇവർ ഞങ്ങളുടെ ബാബായെ അരിങ്കൊല ചെയ്തല്ലോ, ഞങ്ങളുടെ കൺമുമ്പിലിട്ട് ബാബായെ മുക്കിക്കൊന്നല്ലോ, ശ്വാസം കിട്ടാതെ ബാബ പിടഞ്ഞു മരിച്ചല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നിലവിളിച്ചു. ഇന്നലെ ഡച്ചുകാരിവിടെ വന്നു. അപ്പം ഞാൻ അവരോട് പറയുകയായിരുന്നു, അധികം താമസിക്കാതെ ഡച്ചുകാരിവിടെ വന്ന ശേഷം ചെയ്തു അവർ ഈ പറമ്പികളെ മിഷണറിമാരെ വെട്ടിയെറിഞ്ഞു. അവരുടെ മൃതശരീരം വാഴപ്പള്ളി കണക്കെ ഈ കടലിലും ഈ കായലിലും ഒഴുകി നടന്നു. അവരുടെ രക്തം ഈ മട്ടാഞ്ചേരി തെരുവുകൾ കളം കെട്ടി കിടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൂർവിക പിതാക്കന്മാർ കണ്ണുനീരോടെ മാറുപടിച്ച് നിലവിളിച്ച് അവർ പരിശുദ്ധ മാർത്തോമാശ്ലീഹാസിംഹാസനം തകർക്കപ്പെടുന്ന കണ്ടിട്ട് സഹിക്കുമില്ലാതെ മാവിട്ട് നിലവിളിച്ച് ഓടിയതായ സ്ഥലത്തൂടെയാണ് നമ്മൾ അല്പം നടന്ന് ഇവിടെ വന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം, നമ്മുടെ വല്യപ്പച്ചന്മാർ ഈ മാവിട്ട് നിലവിളിച്ച് ഓടിയ സ്ഥലത്തൂടെ ഒരു 5 മിനിറ്റ് സമയം നമ്മളിങ്ങനെ നടന്നു വന്നു. അത് നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? അത് സന്തോഷത്തോടെ തോന്നുന്നുണ്ടോ? വലിയ സന്തോഷമുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും ആദ്യം ഇതുവരെ നടന്നു വരുന്നൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ 2 കാര്യമാണ്. ഒന്ന്, ഈ പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല. 2, ഇവിടെ വന്നു കഴിഞ്ഞാൽ പള്ളി കയറി കഴിഞ്ഞാൽ ആ വന്ന ക്ഷീണവും വലിയ മാറും. അങ്ങനെ നമ്മുടെ ഈ ദേവാലയം അനേകം പുണ്യപ്രാർത്ഥന്മാരെ കണ്ണുനീർ നിലവിളി വീണതായ കേട്ടതായ ഒരിടത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അവൻ ഇവിടുന്ന് പോയിട്ടുള്ളവരെല്ലാം എന്നെ വീണ്ടും കാണാൻ പറയുമോ? പക്ഷേ ഇപ്പം മട്ടാഞ്ചേരി പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യപ്പച്ചന്മാർ കണ്ണുനീരും
നിലവിളി മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെ കടലിൽ വീണ ഒരു മണ്ണിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. മൂന്ന്, ഇതിൻ്റെ സ്പിരിച്വൽ സെക്യൂരിറ്റി നമുക്ക് പ്രാർത്ഥിക്കും. ഈ പരിശുദ്ധ ദേവാലയം നമുക്ക് ഈ ദേവാലയത്തിൽ നമ്മൾ പറഞ്ഞത് എപ്പോഴും നമുക്ക് ആളുകൾക്ക് ഇവിടെ പള്ളിയിലൊക്കെ ഇവിടെ എപ്പോഴും വന്നിരിക്കുന്നത് ഫോറിനേഴ്സ് കൂടുതൽ. എത്ര ഫോറിനേഴ്സ് ഇവിടെ വന്നിരിക്കും, നമുക്ക് ശാന്തമായിട്ട് വന്നിരിക്കും. ഇവിടെ സങ്കീർത്തനം മെഡിറ്റേഷൻ ഉണ്ട്, എന്നിട്ട് ഇവിടെ ഇരിക്കും, ധ്യാനിക്കും, അങ്ങനെ ഇരിക്കുന്നവരെ ഏറ്റവും കൂടിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആർക്കിടെക്ചർ കോളേജ് സ്റ്റുഡൻസ്, അങ്ങനെ അവരൊക്കെ വന്ന് പ്രാർത്ഥിക്കേണ്ടത്തോളം വരുന്ന ഒരിടം കൂടിയാണ്. ഇത് ഈ ദേവാലയത്തിൻ്റെ ഈ ദേവാലയം വെട്ടിക്കുന്നതിൽ ദേവാലയം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധം പൗലോസ് ബാബാജിയുടെ വാക്കുകളിൽ ഞാൻ ചുരുക്കമായിട്ടെന്ന് പറയും. ഒന്നാമത്തെ ബന്ധം, വെട്ടിക്കുന്നതിൽ സെൻറ് ജോർജ് ദേവാലയത്തിൽ ഒരു കുഞ്ഞ് യുവാക്കാണ് ഫോറിനേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജയ് കാതോലിക്കോസ് എന്ന് വിളിക്കുമ്പോൾ, മാർത്തോമാസ് ശ്ലീഹായുടെ സിംഹാസൻ വീണാൽ വാഴട്ടെ എന്ന് വിളിക്കുമ്പോൾ, യു ആർ മോസ്റ്റ് വെൽക്കം, യു ആർ വെൽക്കം.